അമ്മ വെള്ളം എടുക്കണുണ്ടോ? യോ ദാ കൊണ്ടുവരുന്നടാ. ഇത് കഷ്ടമെന്ന് പറയാം എടുക്കുന്ന ദാഹിച്ചിട്ടായി ചോദിക്കണം. യോ എന്താണെന്ന് അറിഞ്ഞില്ലടാ. 2 ദിവസമായിട്ട് വല്ലാത്ത നടുവേദന. നീ വരുമ്പോഴേ ഇച്ചിരി ധാന്യം തരം കുഴമ്പൂടെ ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വാ. ഞാൻ ഇനി പുറത്തേക്ക് പോകണില്ല. മാത്രമല്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അയ്യോ ഇയാൾ കാണാനല്ല എനിക്ക് വാങ്ങിച്ചു തരുന്നത്. എടേ ഇയാൾ വാങ്ങിച്ചു തരണ്ട. ഇല്ലെങ്കിൽ എന്നാ ഇയാളുടെ കയ്യിലെ പൈസ കൊടുത്ത് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളത്? ഞാൻ പൈസ തരാം. പറയണ നോക്ക്. പിന്നെ ആരതൊക്കെ വാങ്ങിച്ചു തരാറ്? ഞാൻ പൈസ തരുന്ന ഇയാൾ വാങ്ങിച്ചോണ്ട് തരുന്ന അല്ലാതെ. അതാ ഞാൻ ഈ പറയുന്നത്. എന്നാ പിന്നെ ആ ക്ലീറ്റസിനോട് പറയായിരുന്നില്ലേ? അവൻ അവിടെ വെറുതെ ഇരിക്കല്ലേ? എടാ അവന്റെ കൈ കൊടുത്താൽ എനിക്ക് കാശും കിട്ടത്തില്ല, ധാന്യം തരം കുഴമ്പും കിട്ടത്തില്ല. അതാ നിന്നൂടെ പറഞ്ഞത്. ക്ലീറ്റോ ചേട്ടനൊന്നും അവിടെ ഇല്ല. അവനോടെ പോയി ആശുപത്രി പോയി നാത്തൂനെയും കൊണ്ട്. അയ്യോ എന്റെ കൊച്ചിനെന്താ പറ്റിയെന്നറിഞ്ഞില്ല. അമ്മേ വിശേഷം ഉണ്ടോന്ന് സംശയം. നിന്നോട് വല്ലതും പറഞ്ഞാള്? എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ അവിടെ അടിച്ചു വരുമ്പോഴേ നാത്തൂന് ഒരു ഓക്കാനം. അപ്പോഴേ എനിക്ക് എന്തോ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോ ക്ലീറ്റോ ചേട്ടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അത് എന്ന കാര്യം വിശേഷമുണ്ട്. അല്ല എന്നാലും അവള് പെറ്റതല്ലോടൊന്നും പറയാതെ പൊക്കളഞ്ഞല്ലോ. ഇനി വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. ദേ ഇങ്ങോട്ട് പറയാത്ത സ്ഥിതിക്ക് അമ്മയായിട്ട് ഇനി അവിടെ ചെന്നൊന്നും ചോദിക്കണ്ട. എന്തായാലും ഒരു ദിവസം നമ്മൾ അറിയാലോ. അപ്പൊ നമുക്ക് നാത്തൂനോട് ചോദിക്കാം, എന്താ ഇത്ര നാളായിട്ട് പറയാത്തത്. അത് മതിയല്ലേ? അത് മതി. നിങ്ങൾ എന്ത് ഈ ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ പറയണത്? എന്താ കാര്യം എന്താന്ന് പറ. ഇങ്ങനെ ഒരു പൊട്ടൻ ഓടുന്നു. എന്താണ് സംഭവം? തങ്കത്തിന് വയറ്റിലുണ്ടെന്ന്. ഇത്ര എന്നാ കാര്യം? രണ്ടാമതോ? ഓ അല്ലടി, തക്കളിക്ക് ഇപ്പൊ ഒരു 10 വയസ്സ് കഴിഞ്ഞാണത്തില്ലേ? വേണ്ട താമസിച്ചുള്ള പേരാ. ശരീരം അനങ്ങാതെ നോക്കിക്കൊള്ളാൻ പറയണേ നീ അവളോട്. ഞാനാണ് പെട്ടത്. നീ എന്താ പെട്ടടാ? അല്ല 10 മാസം കൂടുമ്പോഴേക്ക് പൈസ കുറെ ഉണ്ടാക്കണ്ടേ? അയ്യോ ഇയാളാണ് കൊറേ അങ്ങ് ഉണ്ടാക്കുന്ന ആള്. അവൻ എന്തോന്നടി പറയുന്നത്? എന്നിട്ട് നീ വല്ലാതെ വിഷമിച്ചു. ചോറ് കഴിക്കാനല്ലേ? വാ. എന്താടാ കാണിക്കുന്നത്? ഹലോ, എന്തുറ്റി? എന്താണെന്ന്? ഒന്നുമില്ല. ഒന്നും ഇല്ലായികൊന്നുമില്ല. എൻ്റെ മുഖം മാറിയെന്ന് ഞാൻ കണ്ടല്ലോ. ഇനി നമ്മളും മരുന്നും മന്ത്രമൊക്കെ ചെയ്യുന്നില്ലേ? ദൈവം നമ്മളെ കൈവിടുമോ? ഇന്ന് അവിടെ വിശേഷം ഉണ്ടായാൽ നാളെ ഇവിടെ വിശേഷം ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഏട്ടമാ ഞാൻ ചോറ് എടുത്തു വയ്ക്കാം. എന്താന്നറിയാൻ പാടില്ലടി, 2 ദിവസമായി ഉച്ച കഴിയുമ്പോ ഭയങ്കര ക്ഷീണവും തലവേദനയും. ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പൊ പോയി കിടന്ന് ഉറങ്ങണം. ഓ ഉറങ്ങാൻ എന്തോരം പണിയുള്ളതാ. പിന്നെ എന്താണ് ഒരു മസാല ദോശയുടെ മണം? ഇപ്പൊ മസാല ദോശയുടെയും ഉണ്ണിയപ്പത്തിന്റെ ഒക്കെ മണം കാണും. നല്ല മണം അല്ലേ? നല്ല മണം ഉണ്ടോ? എന്താ എന്താ ഇതെന്താ? ആങ്ങളെ പെങ്ങൾക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്നാ. കനകനോ? എന്റെ ദൈവമേ, അവനിതെന്ത് പറ്റി? നാത്തിന് ഇഷ്ടല്ലേ? ഓ ഇത് കൊറേ ഉണ്ടെടി. മുഴുവൻ നാത്തും കഴിച്ചോ? ഇപ്പം നല്ല വിശപ്പൊക്കെ തോന്നുമല്ലേ? നേരാടി, ഈ കാലാവസ്ഥ തോന്നുന്നു എന്ത് തിന്നാലും വിശപ്പ് മാറൂല മനുഷ്യന്. കഴിച്ചോ കഴിച്ചോ. പിന്നെ ഇതെന്തത്? പച്ചമാങ്ങ. ഹായ്, ഇതെവിടുന്ന് മേടിച്ച നീ? ഞാൻ ജംഗ്ഷനിൽ പോയി മേടിച്ചതാ. അയ്യടാ, നാത്തിന് കഴിക്കാൻ തോന്നുന്നുണ്ടോ? ക്ലീറ്റോനും ഭയങ്കര ഇഷ്ടം അച്ചാറിട്ട് കൊടുത്താ. ക്ലീറ്റോ ചേട്ടന് ഞാൻ അച്ചാറിട്ട് കൊടുത്തോളാം. അത് മുഴുവൻ നാത്തും കഴിച്ചോട്ടോ. കൊതിയാണ്, വായിൽ വെള്ളം തന്നെ മനുഷ്യന്റെ. അയ്യോടാ, ഞാൻ എടുത്തുതരാം. കൊതിയൊക്കെ ഇപ്പൊ ഉണ്ടാവും. നിനക്ക് വേണോ ഒരെണ്ണം? ഏയ് എനിക്കല്ലല്ലോ, നാത്തൂനല്ലേ കൊതി. കഴിച്ചോ, മുഴുവൻ കഴിച്ചോ. നല്ല മങ്ങടി. പുളിയുണ്ടോ? നല്ല പുളിയുണ്ടോ? ദേ നാത്തൂനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാ അപ്പൊ തന്നെ എടുത്ത് കഴിച്ചോണം കേട്ടോ. കൊതി എന്നൊന്നും പറഞ്ഞിരിക്കരുത്. ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മയുടെ അടുത്ത് പാല് കൊടുത്തിട്ടാ പോന്നേ. അത് ചിലപ്പോൾ തിളച്ചു പോകും. പോട്ടെ.
പിന്നെ നാളെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുവരാവേ. ചെല്ലട്ടെ? ഒന്ന് ചിരിച്ചേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണോട്ടോ. ഈ മണ്ടത്തേക്ക് ഇത് എന്താ പറ്റിയേ? മാങ്ങ മസാല ദോശ. ക്ലീറ്റോ, ക്ലീറ്റോ, ഒന്നേ എന്നാടി ഒരു ജോലി ചെയ്യാൻ ഞാൻ ആ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്തോണ്ട് ഇങ്ങ് വാ. ഒരു പണി ചെയ്യാൻ സമയം. ഓ എന്തുവാടി ഇതിങ്ങനെ കഴിക്കരുത്. ഇതിന് മുളകില്ലാതെ അച്ചാറിടണം. മുളകിടാതെ അച്ചാറിലാണ് എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എടുത്ത് ചോദിച്ചാൽ പറഞ്ഞു തരും. അല്ല വിളിച്ചിട്ട് വയ്യ. മസാല ദോശ വേണോ? സന്തോഷ മസാല ദോശ വേണോ? എവിടുന്ന്? നിങ്ങളല്ലേ പറഞ്ഞു എൻ്റെ ആങ്ങളേക്ക് സ്നേഹമില്ലാന്ന് അമ്മ മേടിച്ചെന്നാ. എൻ്റെ ആങ്ങളെ മേടിച്ചാണെങ്കിൽ എനിക്ക് വേണ്ട എടുത്ത് വെളികളെ. പിന്നെണ്ടോ ആര് നിർബന്ധിച്ചു? അതല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചതല്ല, എനിക്ക് എൻ്റെ മോക്കും മേടിച്ചതാ. നിനക്കും മോക്കും മേടിച്ചാണെങ്കിൽ എനിക്ക് കഴിക്കാം. അല്ല എനിക്കായിട്ട് മേടിച്ചോണ്ട് വന്നെങ്കിൽ എൻ്റെ പട്ടി കഴിക്കും. കൈ കഴുകിട്ട് വാ മനുഷ്യ. കൈയൊക്കെ ഞാൻ കഴുകിയതാ. നല്ല മണമൊന്നുമില്ലടി. അവൻ കാശ് കൊടുത്ത് മേടിച്ചായിരിക്കോ? ഓസിന് കിട്ടിയായിരിക്കും ചിലപ്പോൾ എവിടുന്നേലും. മേടിച്ചത് ക്ലീറ്റസ് അല്ല, കനകനാണ്. നീ കഴിച്ചില്ലേ? ഞാൻ കഴിച്ചില്ല, നിങ്ങൾ തിന്നല്ലേ. ആ അത് കൊച്ചിനുള്ളത്. ആ ഒരെണ്ണം തിന്നാ മതി. സൂപ്പറാ. ആ കിഴങ്ങുള്ള എനിക്ക് അത് മാത്രം വേണ്ട. അപ്പൊ അവന് നല്ലതൊക്കെ നോക്കി മേടിക്കാൻ അറിയാം. ഇത് എന്താ പറ്റിയടി? അവന് തലയ്ക്ക് വല്ല സുഖമില്ലാണ്ടായോ? Alien versus Alien.